ഈ അന്വേഷണ റിപ്പോർട്ട് ആരാ വരേണ്ടത്? ഒരു പെരുങ്കള്ളന്റെ കയ്യിൽ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നതുപോലെ. അല്ല, തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതോടെ എടുക്കച്ചിറക്കാവുന്നതല്ല. അത് തന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടൊരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമാണെന്ന് സുരേഷിന് തിരിച്ചറിവുണ്ടായതിൽ വലിയ സന്തോഷം. പക്ഷെ അതിന് സ്വന്തം ഒരു പരാജയം ഞാൻ പറയേണ്ടി വന്നു എന്ന് പറയുന്നത് ശരിയല്ല. മറ്റുള്ളവരുടെ ആ പരാജയത്തെ ഓർക്കുമ്പോഴാണ് ജനാധിപത്യം അവിടെ നിൽക്കട്ടെ. പിന്നെ രണ്ടാമത്തെ അഴിമതിയെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. അല്ല, അഴിമതിയും ദേശദ്രോഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ രാജ്യത്ത് ദേശദ്രോഹത്തിന് ചെയ്യാൻ വേണ്ടി അഴിമതി കാണിച്ച് ജയിലിൽ പോയ ഒരേ ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേര് ബംഗാരു ലക്ഷ്മൺ എന്നാണ്. അത് BJP-യുടേതായിരുന്നു. അവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ റഹീം ഞാൻ പറയാത്ത കാര്യം എടുത്ത് 10 മിനിറ്റ് പ്രസംഗിച്ചു. ഞാൻ പിണറായി വിജയനെ കഴിവുകെട്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് റഹീമിന്റെ ന്യായീകരണം വരുമ്പോൾ അദ്ദേഹം കഴിവുകെട്ടവനാണെന്ന് സ്ഥാപിക്കപ്പെടുന്നു. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഈ ക്രിമിനൽ കാര്യങ്ങളിലെല്ലാം പങ്കാളിയായ കുറ്റവാളിയാണ്. ഞാൻ കഴിവുകെട്ടെന്ന് വിളിച്ചില്ല. റഹീമിനുള്ളിൽ ബോധമുണ്ട്. ഈ 1.5 വർഷം റഹീം RSSന്റെ നേതാക്കന്മാരെ കണ്ടിട്ട് ഒരു വിശദീകരണം പോലും ചോദിക്കാൻ കഴിയാവുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാണെന്നും തന്റെ മൂക്കിന്റെ താഴെ ഇതേ ADGP കോടിക്കണക്കിന് രൂപ ഇവിടെ സൗധം പണിയുന്നത് പോലും കാണാൻ കഴിയാഞ്ഞവനാണെന്നും തന്റെ പ്രൈവറ്റ് സെക്രട്ടറി തൊട്ടടുത്ത് മറ്റൊരു സ്ത്രീയുടെ അടുത്ത് രാത്രികാല പാർട്ടി നടത്തുന്നുണ്ടായിരുന്നുള്ളതും തന്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പങ്കാളിയായിരുന്നു എന്നുള്ളതും ലൈഫ് ഭവന കേസിൽ പങ്കാളിയായിരുന്നു എന്നുള്ളതും അല്ലെങ്കിൽ സ്വന്തം പൊളിറ്റിക്കൽ സെക്രട്ടറി അമ്മമാരുടെ പാലുകൾ അന്വേഷിച്ച് നടന്നിരുന്നു എന്നുള്ളതും ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത പിണറായി വിജയൻ കഴിവുകെട്ടവരാണെന്ന് റഹീമിന് ബോധ്യമുണ്ടാവും. ഞാൻ കൃത്യമായി പറഞ്ഞു, റഹീം പോയി ഇത് കഴിയുമ്പോൾ കേൾക്കുക, അദ്ദേഹം കഴിവുകെട്ടവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കുറ്റവാളിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ, റഹീം പറഞ്ഞൊരു കാര്യത്തിൽ ഒരു സംഭവം കൂടി എടുക്കുകയാണ്. RSSനെ സംബന്ധിച്ച് കണ്ടതിനെ സംബന്ധിച്ച് ഇന്റലിജൻസിന് വിവരം കിട്ടിയോ? അവിടെ നിന്നാണല്ലോ തുടങ്ങിയത്. അദ്ദേഹം അവസാനം പറഞ്ഞത് എന്താ, സാധാരണ സംഭവങ്ങളൊന്നും ഇന്റലിജൻസിന്റെ കാര്യമൊന്നും മുഖ്യമന്ത്രി അറിയേണ്ട കാര്യമില്ല. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഈ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന, വർഗീയത വളർത്തുന്ന, തീവ്രവാദ സ്വഭാവത്തോട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പദവി നൽകരുത് എന്ന് വാദിക്കുന്ന ദത്താത്രേയ ഹൊസാബിളയെ 1 മണിക്കൂർ തന്റെ ഔദ്യോഗിക വാഹനം മറ്റൊരിടത്തിട്ടിട്ട് ഒരു RSS നേതാവിന്റെ കൂടെ പോയി സംസാരിച്ചതും 10 ദിവസത്തിനുള്ളിൽ ഇതേ നിലപാടുള്ള RSSന്റെ മറ്റൊരു നേതാവിനെ കോവളത്ത് ഹോട്ടലിൽ പോയി കണ്ടതും ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ട് അത് മുഖ്യമന്ത്രി കാണേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലേ ജനങ്ങൾക്ക്? ഇത് സാധാരണ സംഭവമാണ്. RSSനെ ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. ഞാൻ പ്രകാശ് ജാവ്ദേക്കർ എത്ര പ്രാവശ്യം കണ്ടു എന്നല്ലേ ചോദിച്ചത്? EP ജയരാജന്റെ കേസിൽ ഞാൻ എത്ര പ്രാവശ്യം കണ്ടു? ഇതാണോ പുതുമ? RSSന്റെയും CPMന്റെയും ഒരേ കേന്ദ്രമായി മാറിയിരിക്കുന്നു. CPMന്റെ നേതാവല്ല പിണറായി വിജയൻ, RSSന്റെ കേരളത്തിലെ സർസംഘചാലക്കാണ്. ശ്രീ സുരേഷ്, നിങ്ങളൊന്നും അദ്ദേഹത്തെ വിമർശിക്കരുത്. അങ്ങയുടെ നേതാവാണ്. ദയവേത് നിങ്ങളുടെ നയങ്ങൾ കേരളത്തിൽ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട അപ്രഖ്യാപിത BJP മുഖ്യമന്ത്രിയാണ്. അങ്ങയുടെ നേതാവാണ്. നിങ്ങളത് അംഗീകരിക്കണം. നിങ്ങൾ ആ പ്രവർത്തനങ്ങൾ മുഴുവൻ നോക്കണം. രാജു, എനിക്ക് 2 മിനിറ്റ് സമയം റഹീമിന് കൂടി മറുപടി കൊടുക്കാൻ. 200 MP-മാരും മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ 200 പേരെ തന്നു. അതുപോലെ CPM നാളെ കുറെ ആൾക്കാരെ ഞങ്ങൾക്ക് കിട്ടും. ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ശരി സുരേഷ്, ഒരു നിമിഷം.